അങ്ങനെ കുറേ കാലത്ത് എൻ്റെ ചേച്ചിൻ്റെ ആഗ്രഹമാണ് മൂക്ക് കുത്തുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, ഒറ്റ മൈൻഡ് കയ്യോടെ ആളിനെ വിളിച്ചിട്ട് വന്നു. അങ്ങനെ മൂക്ക് കുത്തി കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ ഒത്തുകൂടാൻ പോകുന്നത്. പിന്നെ വന്ന വഴിയെ കുങ്കുലിയിൽ നിന്ന് 2-3 അടി കിട്ടിയതും പുള്ളിക്ക് നല്ല സങ്കടത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിന്ദിക്കാരന്മാർ അത്തർ വെക്കാൻ വരുന്ന പോലെ നമ്മുടെ റെമോ കുറച്ച് അത്തറുമായിട്ട് വന്നത്. അത്ര ഒരു കച്ചവടം കഴിഞ്ഞത് ഈ കാരണം നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ഒ പി നിൽക്കുന്ന കാര്യം ദൈവമേ പറയാതിരിക്കുന്നത് ഭേദം. ഒരുമാതിരി തിരക്കായിരുന്നു. അവിടെ ഒ പി നിൽക്കുന്ന കാര്യം ക്ഷമയുള്ളവർക്ക് പറഞ്ഞ പണിയാണെന്ന് മനസ്സിലായി. ഈ കാരണമാണ് എൻ്റെ മാമൻ്റെ രണ്ടാമത്തെ കയ്യബദ്ധം. പണ്ട് മുതൽ ഇവൾക്ക് എന്നെ വല്ലാത്ത പേടിയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പണ്ട് ഞാൻ ഇവളുടെ അടുത്ത് എന്തോ വാങ്ങി കഴിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ദേഷ്യമായിരിക്കും പുള്ളിക്കായിരിക്കും. ഇപ്പോഴും എന്നെ കണ്ട ഭയങ്കര പേടിയാണ് അവൾക്ക്. ആ സമയത്ത് അവളുടെ അടുത്ത് ഒരു ക്യൂട്ട്നെസ് ഇടാൻ പറഞ്ഞപ്പോൾ എന്നെ പഠിച്ചിട്ടാണെന്ന് അറിയില്ല, അവൾ പേടിച്ച് പോയി. അങ്ങനെ ക്യൂട്ട്നെസ്സും കഴിഞ്ഞ് നേരെ പോയി സ്റ്റുഡിയോയിലേക്കായിരുന്നു. നല്ല അടിപൊളി കളക്ഷനാണ് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പർച്ചേസ് ചെയ്യുന്നതിന് പകരം ചുമ്മാ കറങ്ങി സമയം കളയാണ് നമ്മ ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മിറർ കണ്ടത്. മിറർ കണ്ട നമ്മൾ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കലുമായിട്ട് കുറച്ച് മെയിനായി. അങ്ങനെ മെയിനായി സന്തോഷിച്ച് നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് ഹോട്ടലായ ഉമ്മാസ് കിച്ചണിക്കായിരുന്നു. അവിടെ പോയത് ഓരോ റാവുത്തർ ബിരിയാണിയും ഞാൻ കഴിച്ചത്. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ബിരിയാണി കഴിച്ച സന്തോഷത്തിൽ ഈവനിങ് ആയപ്പോൾ നേരെ പോയത് ജിമ്മിലേക്കായിരുന്നു. വളരെ വൈകിയാണ് ഞങ്ങൾ ജിമ്മിൽ പോയത്. അവിടെ എത്തുമ്പോൾ തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വർക്കൗട്ടും കഴിഞ്ഞ് നേരെ പോയത് വീട്ടിലേക്ക്.